ഞാൻ ഭക്ഷണം വിളമ്പാന്ന് പറഞ്ഞ ഈ രാധമ്മ സമ്മതിക്കില്ല. എന്റെ അമ്മ സമ്മതിക്കില്ല മാഡം. അത് രാധമ്മയ്ക്ക് പണ്ടുള്ള ശീല. അവൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ താല്പര്യം മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിലാ. അതച്ഛൻ പറഞ്ഞത് ശരിയാ. പല ദിവസവും ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിയുമ്പോ ചിലപ്പോ രാധമ്മയ്ക്ക് ഭക്ഷണം ബാക്കി വരാറില്ല. എല്ലാവരും രുചി കാരണം വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കും. ഒടുവിൽ അറിയുന്നത് ഭക്ഷണം തീർന്നു പോയിന്ന്. എന്നാലും ഇവൾക്ക് പരാതിയില്ല. മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയുന്നതാ ഇവൾക്ക് സന്തോഷം എന്നാ ഇവൾ പറയണത്. പക്ഷേ ഇപ്പൊ ഞാനെന്തും എന്റെ പാത്രത്തില് കുറച്ച് ഭക്ഷണം ബാക്കി വെക്കും. ഇവളെന്തിനാ ബാക്കി വെക്കണമെന്ന് ചോദിച്ചാ എനിക്ക് മതിയായി എന്ന് പറയും. പക്ഷേ ആ ബാക്കി ഇവൾക്ക് കൊടുക്കാനുള്ളതാ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ പണ്ടേ ഞാൻ ഇവിടേക്ക് വരേണ്ടതായിരുന്നു ചിന്തിച്ചു പോവാ. ആ വിളമ്പി കഴിഞ്ഞില്ലേ? നീ ഇരിക്കടി. നിങ്ങൾ കഴിക്കേ, ഞാൻ ഒടുവിൽ കഴിച്ചോളാം. അത് പറ്റില്ല, രാധമ്മ ഓടിയിരിക്കെ. അതെ, അമ്മ കൂടി ഇരിക്കെ. എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ ഒരു രസം. ആ ഇരിക്കമ്മേ. രാധമ്മേ, ഈ മാങ്ങ ചമ്മന്തി നല്ല രസമുണ്ടല്ലോ. ഇതിന്റെ റെസിപ്പി എന്താ എന്നെ പഠിപ്പിക്കാത്ത? എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാലേ അത് മനസ്സിൽ നിൽക്കില്ല. കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിച്ചുതരാം. അതുമല്ല, മാങ്ങയുടെ സീസൺ ഇപ്പോഴല്ലേ തുടങ്ങിയത്. അത് നേരെ അറിയാം മാഡം. മാങ്ങയുടെ സീസൺ തുടങ്ങിയാലേ മാങ്ങ അച്ചാറുകളുടെയും മാങ്ങ അച്ച ഇനി കിട്ടുന്ന പൈസയൊക്കെ മോള് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരുന്നാ മതി. കുറെ കഴിയുമ്പോ അത് വലിയൊരു തുകയാവും. ഇന്നാള് കിട്ടിയ പൈസയൊക്കെ മോള് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയത്. ഇനി അത് വേണ്ട. നിങ്ങൾക്കും ഒരു സമ്പാദ്യം വേണം. അയ്യോ സോറി, നിങ്ങള് കഴിച്ചു തുടങ്ങിയല്ലേ? സാരില്ല, ഞാൻ കൊണ്ടുവന്ന കറിയുടെ വിളമ്പിത്തരാം. എന്ത് കറിയാ മോളെ? ചിക്കൻ കറിയാ, ഞാനുണ്ടാക്കിയതാ. അടിപൊളി ടേസ്റ്റാ. അയ്യോ മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വ്രതാ. അല്ല, എന്തിനാ വ്രതം എടുക്കുന്നേ? നാളെ കാവില് വിളക്കാ. നാളെ കാവില് കൊണ്ടുപോകാനായിട്ട് 2 ഇടങ്ങഴി പായസച്ചോറുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ വ്രതാ. അയ്യോ, ഞാനുണ്ടാക്കിയതാ ഇത്. എനിക്കേ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം. അന്ന് മത്സരത്തിലേ ഞാൻ പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. പക്ഷെ എന്ത് ചെയ്യാൻ, എന്റെ വിവാഹം കഴിയാത്തോണ്ട് എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. ഇവക്ക് നേരെ ഒരു ചായ ഇടാൻ പോലും അറിയില്ല. ഈ ചിക്കൻ കറി തന്നെ ആ രുക്മിണി ആന്റി ഉണ്ടാക്കിയതായിരിക്കും. എന്നിട്ടും പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചിക്കൻ കറിയെ ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെക്കാം. നാളെ ചൂടാക്കി കഴിക്കാം. രമ്യേ, വേണ്ട മോളെ. വ്രതായതുകൊണ്ട് ഞങ്ങൾ മീൻ പോലും വാങ്ങിയിട്ടില്ല. മോള് ഇത് തിരികെ കൊണ്ടുവയ്ക്കോ. അല്ല അല്ല രാധമ്മേ, ഈ വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നേർച്ച നേർന്നിരിക്കുന്നേ? ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട് ഋതിക മോൾക്ക് കുറച്ച് പണം കിട്ടിയല്ലോ. ആ കാശുകൊണ്ട്
ഞങ്ങളുടെ കുറെ കഷ്ടപ്പാടുകൾ തീർന്നു. അതുകൊണ്ട് നേർന്നതാ. ആ എന്നാ ശരി, ഞാൻ പോകുന്നു. അതാ നല്ലത്. മോള് വേറെ ഒന്നും വിചാരിക്കണ്ട. ഇതൊക്കെ രമ്യയുടെ അടവാ. രാജു ഒരു കല്യാണം കഴിച്ചിട്ടും പിന്നെ അവന്റെ പുറകെ നടക്ക. അപ്പൊ നിനക്ക് രമ്യ ചിക്കൻ കറി ഉണ്ടെന്നതിന്റെ രഹസ്യം മനസ്സിലായോ? അത് പിന്നെ ആർക്കാ മനസ്സിലാവാത്തത്? അവൾക്ക് ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തണം. പിന്നെ രാജുവിനെയും പാട്ടിലാക്കണം. അതിനാ ചിക്കൻ കറിയും കൊണ്ടുള്ള ഈ വരവ്. നാണം കെട്ട് മടങ്ങിപ്പോയല്ലോ. കുറച്ചു നാളായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. വീട്ടിലിരുന്നിട്ടേ ഇരിപ്പുറക്കണ്ടാവൂല. അല്ല എന്തു പറയാൻ. ആ മോളെ കുറച്ചു അയ്യോ മതി രാധമ്മ, ഇപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞു. ആ എന്തായാലും രാജുവിന്റെ സമയം തെളിഞ്ഞു വരിക. അതെന്താ അങ്ങനെ പറഞ്ഞ? അല്ല, അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും യാമിനി അമ്മയെ കൊണ്ട് അമ്മാവനോട് ഉള്ളതൊക്കെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. അവളെ നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു പൂച്ചക്കുഞ്ഞ് അല്ല ദീപക്കെ. യാമിനി പഠിച്ച കള്ളിയാ. സംസാരിച്ച് നിൽക്കാനും മീനിനെ പോലെ വഴുതി പോകാനും അറിയാം. പക്ഷെ അവൾ ഉടനെ എന്റെ വലയിൽ വന്ന് വീഴും, അതുറപ്പാ. എടാ മോനെ, ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി. ഏത് വഴിയിൽ കൂടി പോയാലും അവസാനം ലക്ഷ്യത്തിലെത്തണം, അത്രേ ഉള്ളൂ. ആരാമേ? ആ ഇതവളാ, ആ രമ്യ. സി ഐ ഡിക്ക് പറയാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കാണും. അമ്മ കോൾ എടുക്ക. ഹലോ. ആ ഹലോ അംബിക മാഡം. എന്താ രമ്യ, എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? നാണം കെടുവെന്ന് അറിയായിരുന്നിട്ടും ഞാനൊരു ട്രൈ നടത്തി. ഞാൻ കുറച്ച് ചിക്കൻ കറിയെ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിച്ച് അത് കൊടുക്കാനെന്ന വ്യാജേന രാജുവിന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. എന്നിട്ട് പണ്ടൊക്കെ ഈ പഴഞ്ചോറും അച്ചാറും കൂട്ടി ചോറ് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഈ രാജുവിന്റെ വീട്ടുകാരെ രുചിയുള്ള കറി കൂട്ടി അത്താഴം കഴിക്കണമെങ്കിലേ ഈ ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണമായിരുന്നു. ഹാ, ഇപ്പൊ അവർക്കൊക്കെ എന്നോട് പുച്ഛം. ഞാൻ കൊണ്ടു കൊടുത്തിരുന്ന കറികളൊക്കെ മൂക്കുമുട്ട വെട്ടി വിഴുങ്ങിയിരുന്ന രാജുവിന്റെ ചേച്ചിക്കൊക്കെ ഇപ്പൊ വലിയ ഡിമാൻഡ്. ആ അത് പോട്ടെ. പക്ഷേ ഞാൻ അവിടെ കയറി ചെന്നതുകൊണ്ടേ എനിക്കൊരു കാര്യം അറിയാൻ പറ്റി. എന്താ? ആ അവരെല്ലാവരും വ്രതത്തിലാണെന്ന്. വ്രതം എടുത്ത് നാളെ വീട്ടിൽ വെച്ച് എന്തോ നിവേദ്യം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണെന്ന്. അതത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നിന്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവണം. എപ്പോഴാ എന്താ വീണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി അംബിക മാഡം. ഓക്കെ രമ്യ, ഗുഡ് നൈറ്റ്. ദീപകെ, രമ്യ മിടിക്കുക. അവളുടെ തലയിൽ മുഴുവൻ വളഞ്ഞ ബുദ്ധിയാ. രമ്യയോട് സംസാരിക്കുമ്പോഴേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ എന്നെ തന്നെയാ എനിക്ക് ഓർമ്മ വരുന്നേ. അല്ല, അമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ? വല്ലതും കഴിക്കണ്ടേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. എടാ, അതിനിവിടെ നിനക്ക് പിടിക്കുന്ന ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിനക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ പുറത്തുനിന്ന് ഓർഡർ ചെയ്യ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി അമ്മേ. അല്ല, അമ്മേത് എങ്ങോട്ടാ?
ഞാനേ ഈ വീട്ടിലെ പൂച്ചപ്പുലിയെ ഒന്നുകൂടി കണ്ടിട്ട് വരാം. ഒരു ശ്രമം കൂടി നടത്തി നോക്കാടാ മോനെ. ശരി അമ്മേ. ഉം. യാമിനി, ബെഡ്ഷീറ്റ് വിരിക്കുമായിരുന്നോ? യാമിനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനല്ലേ നമ്മളിവിടെ സാലറി കൊടുത്ത് സർവന്റിനെ വെച്ചിരിക്കുന്നേ? നമ്മൾ കിടക്കുന്ന കിടക്ക വിരിക്കാനും വൃത്തിയാക്കാനും കൂടി സെർവന്റിനെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? ആരോഗ്യമുള്ള അത്രയും കാലം നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ തന്നെ നോക്കുന്നതല്ലേ ശരി? നൈസ്. യാമിനിക്ക് അങ്ങനെ കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഉണ്ട്. നല്ലതാ, കീപ് ഇറ്റ് അപ്പ്. ആ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം ചേച്ചി? അപ്പോഴേക്കും മറന്നോ? രാജു ഋതുമോളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനെ അറിയിക്കണ്ടേ? ചേച്ചി അത് യാമിനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്നൊരു ദിവസം രാജുവും ഋതികയും കൂടി ഈ വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഞങ്ങള് വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലേ എന്താവൂ അവസ്ഥ? ഋതിക നമുക്ക് നമ്മുടെ മോളെ പോലെയല്ലേ? അവൾക്ക് നാളെ നല്ലൊരു ഭാവി വേണ്ടേ? രാജുവിനെ പോലെ ഒരു ലോ ക്ലാസിന്റെ കൂടെ അവൾ ഇങ്ങനെ ഈ വിവാഹ നാടകം മുന്നോട്ട് കൊണ്ടുപോയാ അവളുടെ അവസ്ഥ എന്താവും? ആദ്യം ഞാൻ അറിഞ്ഞു, ഇപ്പൊ പിന്നെ ദേ നീയും അറിഞ്ഞു. അവര് വിവാഹിതരല്ലാന്ന് അങ്ങനെ ഓരോരുത്തരായി ഈ നാട് മുഴുവൻ അറിയും. നാട്ടുകാരുടെ നാവ അത് വെറുതെ ഇരിക്കില്ല. നാട്ടിലെ ഭിത്തികളിലും പിന്നെ മഞ്ഞപത്രങ്ങളിലും ആള് കളിക്കാനായി തുക്കട വ്ലോഗർമാര് വരെ ഈ വിഷയം എടുത്ത് ആഘോഷിക്കും. ഋതികയെ ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവളൊരു മന്ത്രിയുടെ മകളാ. പ്രതാപൻ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോ യാമിനി എല്ലാം അറിഞ്ഞിട്ടും പ്രതാപനോട് മറച്ചു വെച്ചതിനെ യാമിനിയെ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അതിന് എനിക്കെന്തറിയാന്നാ ചേച്ചി പറയുന്നേ? അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞ അറിവല്ലേ എനിക്കുള്ളൂ. മോളെ സത്യഭാമേ, നിന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. രാജുവും ഋതികയും തമ്മിൽ വഴക്കുണ്ടാക്കി അവരുടെ വായിൽ നിന്ന് എല്ലാ സത്യവും പുറത്തു വന്നപ്പോ നീ അത് കണ്ടതും കേട്ടതും ഞെട്ടിയതും ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. ചേച്ചി ഞാൻ ദേ, അഭിനയം മതിയാക്കി ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കടി. പ്രതാപേട്ടൻ ഡൽഹിയില് ബാംഗ്ലൂരില്. ഡൽഹിയിലോ ബാംഗ്ലൂരിലോ? നീ എന്തിനാ കിടന്ന് വരയ്ക്കുന്നേ? പേടിച്ചിട്ടാ ചേച്ചി. മര്യാദയ്ക്ക് നീ വിളിക്കുന്നോ അതോ ഞാൻ പ്രതാപനെ വിളിച്ച് നിനക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം അവനോട് പറയണോ? വേണ്ട ചേച്ചി, ഞാൻ വിളിക്കാം. ഗുഡ്. എങ്കിലേ ആ ഫോൺ എടുത്ത് വിളിക്ക്. വിളിക്കാൻ. വിളിക്കാൻ. ചേച്ചി, പ്രതാപേട്ടൻ കോൾ ആൻസർ ചെയ്യുന്നില്ല. നീ
നീ ഒന്നുകൂടെ വിളിക്ക് യാമിനി. അത് വേണോ ചേച്ചി? വേണം. ഇതാ പ്രതാപേട്ടന്റെ മെസ്സേജ്. ഫോണിങ് തന്നെ. ഫോൺ. നാളെ അവൻ വിളിക്കുമ്പോ എല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞോണം. മനസ്സിലായോ? എന്താ യാമിനി? എന്താ ചേച്ചി? എന്തു പറ്റി? എന്താണെന്നേ അവള് പറയും. അമ്മേ, ഫുഡ് എത്തി. ആ വരുന്നു മോനെ. യാമിനി, എങ്കിൽ ഞാൻ പോട്ടെ. ശരി ചേച്ചി. വാടാ. എന്താ യാമിനി? എന്താ ഉണ്ടേ? നീ എന്താ യാമിനി പറയുന്നേ? സത്യ ശേഖരേട്ടാ. മേഡം, ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരും? അതെന്തു പറ്റി? ആ, ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛൻ അർത്ഥം വെച്ച് എന്തോ പറഞ്ഞല്ലോ. എന്താ അത്? അതുമല്ല, അത് എന്നോടാണ് ചോദിക്കുന്നത്. വേണോങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കായിരുന്നല്ലോ. മാഡത്തിന് അറിയാൻ കാര്യം. മാഡം അറിഞ്ഞൂടാന്ന് വെറുതെ നടിക്കുന്നത്. മാഡം അച്ഛനോട് എന്തോ പറഞ്ഞു കൊടുത്ത് കാണും. യോ എന്റെ പൊന്നു രാജു, ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. വേണമെങ്കിൽ ഞാൻ രാജുവിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ആ, എന്നിട്ട് എന്റെ തല പൊട്ടി പോട്ടേന്നല്ലേ? അത് വേണ്ട. എന്റെ രാജു, ഞാൻ വേണോങ്ങളോട് ഒന്നും പറഞ്ഞില്ല. അങ്കിളുടെ ആഗ്രഹം പറയുന്നു. രാജു അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പറഞ്ഞു നടന്നോ. എന്നോട് വർമ്മ സാറിനൊരു വിശ്വാസമുണ്ട്. എനിക്ക് അത് കാത്തു സൂക്ഷിക്കണം. അതെന്റെ ഉത്തരവാദിത്വം. പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. രാജു, എന്നെ വിട്ടേക്ക്. സമയം ഒത്തിരിയായി. എനിക്ക് കിടന്ന് ഉറങ്ങണം. മാഡത്തിന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. എനിക്കല്ല സമാധാനം നഷ്ടപ്പെട്ടത്. ഞാൻ എങ്ങനെ ഉറങ്ങും? എന്താ, ഞാനിവിടെ ഉള്ളതാണോ രാജുവിന്റെ സമാധാനക്കേട്? ആ, അത് സത്യമല്ലേ? രാജു, ഇങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യരുത്. ഇത് വളരെ മോശം, വളരെ മോശം. അയ്യോ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചൊന്നും അല്ല. ഞാൻ കാര്യം പറഞ്ഞത്. പക്ഷേ അത് എനിക്ക് ഇൻസൾട്ട് ആയിട്ടാ തോന്നിയേ. സത്യം പറഞ്ഞല്ലേ, ചില നേരത്തെ രാജുവിന്റെ സ്വഭാവം കണ്ട ഒരു വാണ്ടി വെട്ടി നല്ല അടിയെ തരണ്ടേ. ആ, ഇനി അതിന്റെ ഒരു കുറവും കൂടി മാത്രമേ ഉള്ളൂ. അതെന്താ എത്ര വൈകിയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോ തൃപ്തിയായി. വടി വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. മാഡത്തിന് അത് വെച്ച് എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ചെയ്യാം. പറഞ്ഞു തീർന്നില്ല. അതിനും എന്നെ കൊല്ലാൻ പോവാണോ? വേദനിച്ചോ? വേദനിക്കാതെ മുന്നേ. സോറി. എന്താ എന്തുപറ്റി? എന്താ? കാല് വേദനിക്കുന്നു. എന്താ?
രാജു കരയല്ലേ കാല് എന്താ കാല് വേദനിക്കുന്നു. എന്തെന്ന് ഇതിന് സഹിക്കാൻ വയ്യ രാജു. മാഡം കരയല്ലേ ഞാൻ നോക്കട്ടെ രാജു രാജു, എടാ എന്താ എന്താടാ രാജു, വാതില് തുറക്ക് മോളെ. ഞാൻ ദേ വരുന്നു. രാജു ആ, എന്താടാ എന്തു പറ്റി? ഋതിക മാഡം ഒന്ന് വീണു. മോള് വീണെന്നോ? അതോ നീ തള്ളിയിട്ടാണോ? ഞാൻ എന്തിനാ തള്ളിയിടുന്നേ? എനിക്കെന്താ വട്ടാണോ? എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അയ്യോ, നോക്കട്ടെ. ഇതേ കാലൊളുക്കിയതാ. കുഴമ്പ് തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ രാവിലെ കാലിന്റെ നീര് പിടിക്കും. നീ പോയി കുഴമ്പെടുത്തുണ്ടോ? കുഴമ്പ് ഇവിടെ തന്നെ ഉണ്ട്. അടുക്ക്. എവിടെ? നീ തന്നെ മാഡത്തിന്റെ കാൽമ തേച്ച് പിടിപ്പിച്ചേ. ഞാനോ? ഞാനാ? നീ തന്നെ. ഇവിടെ മറ്റുള്ളവർക്കൊക്കെ നീ തന്നെ തേച്ച് പിടിപ്പിക്കാറ്. ഇപ്പൊ പിന്നെ എന്താ കുഴപ്പം? അതെ, നീ കുറച്ച് ചൂടോടെ എടുത്തുണ്ടോ? നോക്കിക്കാണ്ട്. തേച്ച് പിടിപ്പിച്ചേ. എനിക്ക് വേദനിക്കുന്നു. കുറച്ച് വേദന കാണും. അവിടേക്ക് അവിടേക്ക് നമുക്ക് പോവാം. നിങ്ങൾ പോണോ? ഋതിക മാഡത്തിന്റെ കാലിന്റെ കുഴമ്പ് തേച്ച് പിടിപ്പിക്കാൻ 3 ആളിന്റെ ആവശ്യമില്ല. നീ വാടി.